ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചൈനീസ് അനിമേറ്റഡ് സീരീസ് ആയ സീസർ 7ന്റെ എപ്പിസോഡ് 8 ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ എന്നെ എൻകറേജ് ചെയ്യുന്നത്. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ അനിമയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സീസർ 7 സീസൺ 1 എപ്പിസോഡ് 8. ഷാംഫാനെ കുറിച്ച് രണ്ട് ഗേൾസ് ഇവൻ എന്തൊരു ക്യൂട്ടാണല്ലേ, ഇവന്റെ ഫെദേഴ്സ് ഒക്കെ എന്ത് സോഫ്റ്റാ എന്ന് പറഞ്ഞ് മുകളിലേക്ക് എറിയുമ്പോ ഷാംഫയും പറക്കുന്നുണ്ടാവും. ആ സമയത്ത് ബ്രൗൺ ഹെയർ ഉള്ള പെണ്ണിന് അവൾ ആരോ വാച്ച് ചെയ്യുന്ന പോലെ തോന്നിയിട്ട് അത് മറ്റേ പെണ്ണിന്റെ അടുത്ത് പറയുന്ന സമയത്ത് അവിടെ ആരുമില്ല, നീ വെറുതെ ഇമാജിൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ടാവും. എന്നാ ഹീറോ ആയിരിക്കും അവളെ നോക്കുന്നുണ്ടാവുക. ഡൈബോ ഹീറോനെ വിളിച്ചിട്ട് നീ ഗേൾസിനെ നോക്കാതെ ടാർഗറ്റ് എത്തിയോ എന്ന് നോക്കാൻ പറയുന്ന സമയത്ത് ഹീറോയും ബൈനോക്കുലർ എടുത്ത് നോക്കുമ്പോൾ ടാർഗറ്റിനെ കാണുന്നുണ്ടാവും. ഫ്ലാഷ് ബാക്കിൽ ടാർഗറ്റിന്റെ വൈഫ് അവരെടുത്ത് എന്റെ ഹസ്ബൻഡ് ഞാനല്ലാതെ മറ്റേതെങ്കിലും ഗേൾസിന്റെ കൂടെ നടക്കുകയാണെങ്കിൽ അവന്റെ ആ പാർട്ട് കട്ട് ചെയ്തേക്ക് എന്ന് പറയുമ്പോൾ അവരും അതിനു വേണ്ടി കുറെ പൈസ വാങ്ങുന്നുണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി, ക്ലയൻസിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സ്ഥലം കണ്ടെത്തണം എന്ന് പറഞ്ഞ് ആ ലേഡി അവിടുന്ന് വീഴുന്നുണ്ടാവും. ഹീറോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ബോഡി ഗാർഡിനെയും കാണുന്നുണ്ടാവും. ആ സമയത്ത് രണ്ട് പയ്യന്മാര് ഹീറോനെ തോട്ടി വെച്ച് വലിച്ചിട്ടിട്ട് ഇളനീരാന്ന് കരുതി തലയിലേക്ക് കത്തിയേറ്റുമ്പോ അവൻ റിയൽ ഫോമിലോട്ട് ട്രാൻസ്ഫോം ആവുന്നുണ്ടാവും. അത് കണ്ടിട്ട് നീയല്ല ഞങ്ങളെ കോക്കനട്ട് എടുത്തതെന്ന് പറഞ്ഞ് ഹീറോനെ പിടിച്ചു വെക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ കളിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഞണ്ടിനെ പോലെ ട്രാൻസ്ഫോം ആയി ടാർഗറ്റിന്റെ അടുത്ത് പോകുന്ന സമയത്ത് ബോഡി ഗാർഡ് ഹീറോനെ ചവിട്ടി തെറിപ്പിക്കുന്നുണ്ടാവും. അത് കാരണം ഒരു ഡബർ ഡക്കിനെ പോലെ ട്രാൻസ്ഫോം ആയിട്ട് ഇനി ഞാൻ കില്ലറാണെന്ന് ആർക്കും സംശയം തോന്നൂല എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ബോഡി ഗാർഡ് വീണ്ടും ഹീറോനെ കണ്ടെത്തിയിട്ട് നീ ഒരു കില്ലറാണോ എന്ന് ചോദിക്കുമ്പോ ഹീറോയും ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പ ബോഡി ഗാർഡും ഓ നീ വെറും ബാത്ത് ടപ്പിലെ ഡബർ ഡക്കി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോയുമായി കളിക്കുന്നുണ്ടാവും. ഇത് വളരെ ബൗൺസിയാണ്, ഫ്ലെക്സിബിളും ആണ്, ഒന്ന് കടിച്ചു നോക്കിയാലോ എന്ന് പറയുമ്പോ ഹീറോയും മനസ്സിൽ വേണ്ട വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പ ആ ബോഡി ഗാർഡും ഞാൻ മിഷനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹീറോനെ വലിച്ചെറിയുന്നുണ്ടാവും. ഓ ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞ് ടാർഗറ്റിന്റെ അടുത്ത് പോയിട്ട് ഇപ്രാവശ്യം നീ മിസ്സാവൂല എന്ന് പറയുമ്പോ അവനൊരു തിമിംഗലം വിഴുങ്ങുന്നുണ്ടാവും. അപ്പ ഹീറോയും ഹ്യൂമണായി ട്രാൻസ്ഫോം ആയിട്ട് ആ തിമിംഗലത്തിനെ പന്നിക്കിട്ട് മുകളിലോട്ട് വന്ന് നിന്റെ പാർട്ട് കട്ട് ചെയ്യാനുള്ള സമയമായി എന്ന് പറയുമ്പോ തിരമാല അവന്റെ സിസർ കൊണ്ടുപോകുന്നുണ്ടാവും. ആ സമയത്ത് ബോഡി ഗാർഡും അങ്ങോട്ട് വരുമ്പോ ഹീറോ ഞാൻ തിമിംഗലത്തിനെ നോക്കി വന്നതാ, നിങ്ങൾ ഏതെങ്കിലും തിമിംഗലത്തിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോ അവന്റെ മുടി പിടിച്ച് വലിക്കുന്നുണ്ടാവും. ഹീറോയും നീ ആരെ കൂടെ കളിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറയുന്ന സമയത്ത് ആ ബോഡി ഗാർഡ് ആണെങ്കിൽ ഞാനാണ് ഹേഡാച്ചാൻ, റാങ്കിങ് നമ്പർ 7036. ഹാർഡ്ചി കോങ്ങിന് ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, കൂടാതെ സെക്യൂരിറ്റി ഗാർഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ ഹീറോയും എന്റെ പേര് 7, കില്ലർ റാങ്ക് ലിസ്റ്റിൽ 12324 എന്റെ റാങ്ക്, കൂടാതെ ഡൈബോ ജെ ഹെയർ സലൂണില് ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോ ബോഡി ഗാർഡ് സാധാരണ കൊലയാളികൾ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തൂലല്ലോ എന്ന് പറയുമ്പോ ഹീറോയും അത് ശരിയാണ്, പക്ഷെ നിന്റെ ആ ഇൻട്രൊഡക്ഷൻ കണ്ട് അതിന്റെ ആ ഫ്ലോയിൽ എന്റെ വായിന്ന് വന്നുപോയി, എന്തായാലും ഇതിനെക്കുറിച്ച് നീ മറ്റാരോടെങ്കിലും പറയുന്നതിന് മുമ്പ് നീ മരിച്ചിരിക്കും എന്ന് പറഞ്ഞ അവന്റെ സീസർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോ അതാ തിമിംഗലം വീണ്ടും വിഴുങ്ങുന്നുണ്ടാവും. ബോഡി ഗാർഡ് ഇനി എന്റെ ഊഴാണെന്ന് പറഞ്ഞ് തോക്കെടുക്കുന്ന സമയത്ത് ഹീറോ നിന്റെ അടുത്ത് തോക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എല്ലാ ബോഡി ഗാർഡ്സിന്റെ അടുത്തും തോക്കുണ്ടാവും എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ എന്നെ എയിം ചെയ്യല്ലേ, ഞാൻ നിന്നൊരു റിയൽ മാനെ പോലെ ഫൈറ്റ് ചെയ്യാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറയുമ്പോ ബോഡി ഗാർഡ് ഒന്നും മനസ്സിലാവാത്ത പോലെ നിൽക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് ഹീറോയും ഈ ഹോളിവുഡ് മൂവീസിലൊക്കെ ഉള്ള പോലെ ആദ്യം ഒരാൾ അടിക്കും, അതിന് തിരിച്ച് മറ്റേ ആൾ അടിക്കും, അതുപോലെ നീ എന്നെ അടിക്കും, ഞാൻ നിന്നെ അടിക്കും, അങ്ങനെ ആദ്യം ആര് വീഴുന്നോ അവര് തോക്കും എന്ന് പറയുന്ന സമയത്ത് ബോഡി ഗാർഡും അതിന് സമ്മതിക്കുന്നുണ്ടാവും. ഡൈബോയും ഷാംഫയും ആണെങ്കിൽ ബീച്ചിൽ എൻജോയ് ചെയ്യുന്നുണ്ടാവും.
ആ ബോഡി ഗാർഡ് സിക്സ് പാക്ക് കാണിക്കുന്ന സമയത്ത് ഹീറോയും അവന്റെ കുടവയറ് നോക്കിയിട്ട് ടൈഗർ സ്റ്റൈൽ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ബോഡി ഗാർഡ് കുറെ ബോഡി ഷോ ഒക്കെ കാണിക്കുമ്പോ ഹീറോ ചിക്കൻ സ്റ്റൈൽ എന്ന് പറഞ്ഞ് ഒരു സ്നേക്ക് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ബോഡി ഗാർഡും ഇൻഡിസ്ട്രക്റ്റബിൾ ബോഡി എന്ന് പറയുമ്പോ അവന്റെ എല്ലായിരിക്കും പൊട്ടിപ്പോകുന്നുണ്ടാവുക. ഞാൻ വല്ല ഇരുമ്പിലാണോ ഇടിച്ചേ എന്ന് ചിന്തിക്കുമ്പോ ബോഡി ഗാർഡ് ഹീറോന്റെ ഫേസിലേക്ക് ഇടിക്കുന്നുണ്ടാവും. അപ്പ ഹീറോയും ടെൻഷനായിട്ട് നിന്റെ മുഖം അടിച്ചു വരുത്താൻ ഞാൻ വെറുതെ വിടൂലടാ എന്ന് പറഞ്ഞ് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോ ഹീറോനെ അവൻ ഇടിച്ച് പഞ്ചറാക്കുന്നുണ്ടാവും. എന്നാ അത്ര കിട്ടിയിട്ടും ഹീറോ നീച്ചു നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ ഇതുവരെ ഇത്രയും ടഫായിട്ടുള്ള ഒരു ഓപ്പോണന്റിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടാവും. ഹീറോ ആണെങ്കിൽ ഞാൻ ഈ ഹോളിവുഡ് കോംബാക്ട് സ്റ്റൈലില് ആകെ ഡൈബോന്റെ അടുത്ത് മാത്രമേ തോറ്റിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ അവരുടെ ഫൈറ്റ് ആ മൊട്ടയും ലേഡിയും തിരിച്ചു പോകുന്നത് വരെ നീണ്ടു നിൽക്കുന്നുണ്ടാവും. മൊട്ടേനെ കാണുന്ന സമയത്ത് ഹീറോ ഈ അവസരം ഒരിക്കലും മിസ്സാക്കരുത് എന്ന് ചിന്തിച്ചിട്ട് ബോഡി ഗാർഡിന്റെ അടുത്ത് ദേ അവിടെ കുറെ ബ്യൂട്ടിഫുൾ ഗേൾസ്, ദേ അവിടെ ഒരു കള്ളൻ എന്ന് പറയുമ്പോ ബോഡി ഗാർഡിന്റെ ശ്രദ്ധ മാറുന്ന സമയത്ത് ഹീറോ ആ മൊട്ടേനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോ ബോഡി ഗാർഡ് അവന്റെ മേത്ത് 7 ഡേ ലോക്ക് ഇടുന്നുണ്ടാവും. നിനക്ക് എന്നെ പറ്റിച്ച് സ്നീക്ക് അറ്റാക്ക് ചെയ്യാൻ നാണല്ലേ എന്ന് ചോദിക്കുമ്പോ ഹീറോ എല്ലാ കില്ലേഴ്സും അത് ചെയ്യുന്നതാണ് എന്ന് പറയുന്നുണ്ടാവും. ബോഡി ഗാർഡാണെങ്കിൽ ഈ ലോക്ക് നിനക്ക് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല, നീയും എൻ്റെ കൂടെ കുടുങ്ങി എന്ന് പറയുമ്പോ ഹീറോ അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോ അവന് കഴിയുന്നുണ്ടാവില്ല. എന്തായാലും നിനക്ക് അധിക നേരം എന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവൻ ബോഡി ഗാർഡുമായി അവന്റെ ഡെയിലി റുട്ടീൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു ദിവസം പോകുന്ന സമയത്ത് 13 അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ ഹീറോ ബോഡി ഗാർഡിനെ വെച്ച് തടുക്കുന്നുണ്ടാവും. ഓ വാട്ട് എ കോയിൻസിഡൻസ്, നീ ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ 13 അവളുടെ ഷുരീക്കൺ വെച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഹീറോ അതൊക്കെ ആ ബോഡി ഗാർഡിനെ വെച്ച് തടുക്കുന്നുണ്ടാവും. അത് കാരണം 13 നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ടാവും. ഹീറോ ആണെങ്കിൽ നീ ഇതുവരെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബോഡി ഗാർഡിന്റെ അടുത്ത് നമ്മൾ രണ്ടുപേരെയും കണ്ടിട്ട് ഇനി അവള് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവോ എന്ന് പറയുന്നുണ്ടാവും. ഹീറോ ഞാൻ സറണ്ടർ ആവാണ്, ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ എന്ന് ചോദിക്കുമ്പോ ബോഡി ഗാർഡും എനിക്കും നിന്നെ റിലീസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഈ ലോക്ക് 7 ഡേയ്സ് കഴിഞ്ഞാലേ അയക്കാൻ പറ്റൂ, ഇനി അതിന് 3 ദിവസവും കൂടി ബാക്കിയുണ്ട് എന്ന് പറയുമ്പോ ഹീറോ ആരാണ് ഈ സ്റ്റുപ്പിഡ് മൂവ് കണ്ടെത്തിയത് എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുന്നുണ്ടാവും. ബോഡി ഗാർഡ് നീ എന്തിനാ ഈ അസാസിൻ എന്ന മോശമായ തൊഴിൽ തിരഞ്ഞെടുത്ത് എന്ന് ചോദിക്കുമ്പോ ഹീറോ എനിക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോ അതിന് ബോഡി ഗാർഡ് നിന്നെ കണ്ടിട്ടൊരു ദരിദ്രവാസിനെ പോലെയാണല്ലോ തോന്നുന്നേ എന്ന് പറയുന്നുണ്ടാവും. അപ്പൊ ഹീറോയും ശരി ശരി നീ എന്തിനാ ഒരു ബോഡി ഗാർഡായത് എന്ന് ചോദിക്കുമ്പോ അവനും എനിക്ക് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ കാരണം കൊണ്ട് തന്നെയാണ് ഞാനൊരു സെക്യൂരിറ്റി ഗാർഡായി മാറിയത്, ചില സമയങ്ങളിൽ ആളുകൾക്ക് നമ്മുടെ സഹായം ആവശ്യം വരും എന്ന് പറയുമ്പോ ഹീറോ ആണെങ്കിൽ നീ ആകാശത്തു കൂടി എന്തെങ്കിലും പറക്കുന്ന പോലെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതൊരു മിസൈലാണെന്ന് തോന്നുന്നു എന്ന് പറയുന്ന സമയത്ത് അവര് രണ്ടുപേരും അവിടുന്ന് ഓടുന്നുണ്ടാവും. ബോഡി ഗാർഡും കഷ്ടപ്പെട്ട ആ ലോക്ക് അയച്ചിട്ട് മിസൈലിന്റെ മുന്നിൽ പോയി ഞാനൊരു ബോഡി ഗാർഡ് എന്നതിലുപരി ഈ ഐലൻഡിലെ ഒരു സെക്യൂരിറ്റി ഗാർഡും കൂടിയാണ്, അതുകൊണ്ട് ആളുകളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ജോലിയാണ് എന്ന് പറഞ്ഞ് ഇൻഡിസ്ട്രക്റ്റബിൾ ബോഡി ഉപയോഗിച്ച് ആ മിസൈൽ തടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. അതിന്റെ ഇമ്പാക്റ്റിൽ ഹീറോയും മറ്റുള്ളവരും പറന്നു പോകുമ്പോൾ ബോഡി ഗാർഡും വെള്ളത്തിലേക്ക് വീഴുന്നുണ്ടാവും. ആ സമയത്ത് സ്റ്റെയിൻ ടെക്നോളജിന്റെ ഒരു എയർക്രാഫ്റ്റിന്ന് ഒരാൾ പുറത്തേക്ക് വരുന്ന കണ്ടിട്ട് ഹീറോ ടെൻഷൻ ആവുന്നുണ്ടാവും. അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് അറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗൈസ്.